ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? നമ്മൾ തുടങ്ങിയല്ലേ? ആ നമ്മൾ തുടങ്ങിയാണ്. ഇൻഷാ അല്ലാഹ് വൈകണ്ടല്ലോ. ഇന്ന് ഏതാ വിഷയം? ദുറൂസ് പാർട്ട് 1 ആ ദുറൂസ് 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 പുസ്തകം എടുത്തോളി. എല്ലാവരും പുസ്തകം എടുത്തോളി. പുസ്തകം എടുത്ത എല്ലാവരും? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പുസ്തകം എടുത്തോ ദുറൂസ്? എല്ലാവരും എടുത്തോ? താഹിറ, സൻഹ, ഫാത്തിമ, താഹിർ എടുത്താ? എടുത്തോ ദുറൂസ്? നോട്ടോ? നോട്ട് എടുത്തു. എന്നാ തുടങ്ങല്ലേ? ഒന്ന എങ്ങനാ? ആരെന്തേ പറഞ്ഞ? തുടങ്ങല്ലേ? ദുറൂസ് 1 എന്ന് പറഞ്ഞാൽ ഏതാ? ആദ്യത്തെ 10 പാടാണല്ലേ? ആദ്യത്തെ 10 പാഠം. പക്ഷെ അത് നമ്മൾ തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം 1, മസ്ജിദുൻ നബവിയിലെ നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം. എങ്ങനാ? ഹലോ, മസ്ജിദുൻ നബവിയിലെ നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം അത് ഏത് പാഠത്തിലാണ് പറയുന്നത്? ഹലോ, ഞാൻ ചോദിക്കണല്ലോ പറയണോ? റുഷ്ദ CP ഏത് പാഠത്തിലാണ് അത് പറയുന്നത്? റുഷ്ദ റുഷ്ദ ഏത് പാഠത്തിലാണ് മസ്ജിദ് നബവിയിലെ നിസ്കാരത്തിന് ലഭിക്കുന്ന രണ്ടാമത്തെ പാഠത്തിലാ? എന്താ പാഠത്തിന്റെ പേര്? പാഠത്തിന്റെ പേരെന്താ? പാഠത്തിന്റെ പേരെന്താ? യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന എന്ന പാഠത്തിലല്ലേ? അറിയില്ലേ? എത്രാമത്തെ പാടാത്? എത്രാമത്തെ? അതിൽ ഏത് ഭാഗത്ത് എന്ത് പറഞ്ഞപ്പോഴാണ് ഈ നിസ്കാരത്തിന്റെ പ്രതിഫലം, മസ്ജിദ് നബിയിലെ നിസ്കാരത്തിന്റെ പ്രതിഫലം പറഞ്ഞത്? ഏത് വിഷയം പറഞ്ഞപ്പോഴാ?
നിസ്കരിക്കുന്നത് നിർബന്ധമുള്ള സ്ഥലത്ത്. അല്ല, അതാരാ പറഞ്ഞത്? ആരാ പറഞ്ഞേ? സൻഹ ഫാത്തിമ. ആ, സൻഹ ഫാത്തിമ പറഞ്ഞു. സാധാരണ മസ്ജിദിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് പ്രതിഫലമാണ് മസ്ജിദ് നബവിയിൽ നിസ്കരിക്കുന്നത്. ആ, താഹിറ അല്ലേ? എന്ത് പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത്? അതറിയോ? വളരെ സിമ്പിളായിട്ട് നമ്മൾ ആ ചരിത്രം പറയാം. വളരെ സിമ്പിളായിട്ട്. ആ ആ ആ, അതെ അതെ അതെ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ചരിത്രം പറയല്ലേ? നമ്മൾ വളരെ സിമ്പിളായിട്ട് ചരിത്രം പറയാം, എന്നാ ഓർമ്മ ഉണ്ടാവും. ഒരിക്കലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സ്ത്രീ വന്നു. സ്ത്രീ പ്രതിനിധിയായിട്ടാണ് വന്നത്, അഥവാ ഒരുപാട് സ്ത്രീകളുടെ ആഗ്രഹം പറയാൻ വേണ്ടിയാണ് മുത്തുനബിൻ്റെ അടുത്ത് ആ സ്ത്രീ വന്നത്. ആ സ്ത്രീയുടെ പേരെന്താ? ഉമ്മു ഹുമൈദിനി സാഇദിയ റളിയല്ലാഹു അൻഹ. എന്ത്? നമ്മളെ പാഠത്തിലുണ്ടാവും. ആ, അപ്പോൾ എല്ലാവരും നോട്ടിൽ എഴുതുക, ഈ ചോദ്യം എഴുതിയിട്ട് ഇതിൻ്റെ ഉത്തരം എഴുതുക. മസ്ജിദ് നബവിയിലെ നിസ്കാരത്തിൽ ലഭിക്കുന്ന പ്രതിഫലം ഏതാണ്? 1000 മടങ്ങ് അല്ലേ? 1000 മടങ്ങാണ് ശരി ഉത്തരം. അത് എഴുതിയ ശേഷം അടുത്ത ചോദ്യമായി എഴുതുക. പാലക്കാട് നിന്ന് മൈക്ക് ഓഫ് ആക്കണം. ഷമീമ, മൈക്ക് ഓഫ്. പാലക്കാട് ചെറുതിനെ കുറിച്ച് മൈക്ക് ഓഫ് ആക്കണം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചരിത്രം പറയല്ലേ? കഥ പറയാം. ഓക്കെ അല്ലേ? എല്ലാവരും എഴുതിയോ ഈ ചോദ്യം? എഴുതിയോ? വേഗം എഴുതി. ആ ആ, എഴുതിയോ? ആ, വേഗം എഴുതി. നമുക്ക് നേരില്ല, കാമണിക്കൂർ ഇങ്ങനെ തന്നെ പോകും. ആ, ഏതായാലും ബിസ്റ് എഴുതിയോ? ഇതെന്താ വോയിസ് ഇട്ടിക്കണേ? അല്ല, പേപ്പറുള്ള പോലെ എഴുതണുണ്ടോ? എഴുതിക്കോ, എന്താണ് എഴുതിക്കോ, ഏറൂല. അത് നമുക്ക് ഇനി തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി അതിൻ്റെ ചോദ്യം എഴുതാണ്ട്, ഈ ചോദ്യം മാത്രമല്ല, കുറച്ചും കൂടി ചോദ്യം അതിൽ എന്ത് ചെയ്യാണ്ട് നമ്മൾ പറയാണ്ടേ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഏതായാലും കഥ പറയാൻ തുടങ്ങിയാണ്. പറയട്ടെ? ഒരിക്കല് കുറച്ച് സ്ത്രീകൾ കൂടിയിട്ട് ആലോചിക്കുകയാണ്, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ചാലോ? ജമാഅത്തായിട്ട് ആ പള്ളിയിൽ നിസ്കരിച്ചാൽ എന്തോ ഒരു പ്രതിഫലമായിരിക്കും. മാത്രമല്ല 1000 മടങ്ങ് പ്രതിഫലം കിട്ടുന്ന പള്ളിയാണ് മസ്ജിദ് നബവി അല്ലേ? മാത്രമല്ല 1000 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന പള്ളിയിലെ ഇമാമാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത്ര മഹത്വമുള്ള ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ ആർക്കും ആഗ്രഹം ഉണ്ടാവൂലേ? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ചോദിക്കാൻ വേണ്ടി ആര് പോവുകയാണ്? സമ്മതം ചോദിക്കാൻ വേണ്ടി. ആരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതം കൊടുത്താലുള്ള ചെയ്യുള്ളൂ. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയാണ്ട് ഉമ്മു ഹുമൈദിനി സാഇദിയ റളിയല്ലാഹു അൻഹ പോയി ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? നബിയെ, അങ്ങയോടൊപ്പം ഞങ്ങളും ജമാഅത്തിൽ കൂടി നിസ്കരിക്കട്ടെ.
അപ്പം മുത്തുനബി ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എവിടെയാണ്? നിങ്ങളുടെ വീടിന്റെ ഉള്ളറയാണ്. ആ അപ്പോൾ വീടിന്റെ ഉള്ളറയാണ് എന്ന് പറഞ്ഞെടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നമ്മളെ വീട്ടിലൊരു പള്ളി ഉണ്ടാക്കി പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ. അവിടെ നിസ്കരിക്കുന്നതാണോ നമ്മളുടെ വീടിന്റെ ഉള്ളിലെ പബ്ലിക് ഹാളിൽ നിസ്കരിക്കുന്നതാണോ ഏറ്റവും നല്ലത്? പബ്ലിക് ഹാളിൽ. ആ എന്നാൽ വീട്ടിലെ പബ്ലിക് ഹാളിൽ നിസ്കരിക്കുന്നതാണോ വീടിന്റെ സ്വകാര്യ റൂം ഉള്ളറയിൽ നിന്ന് നിസ്കരിക്കുന്നതാണോ ഏറ്റവും നല്ലത്? ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കലാണ്. പെണ്ണിന് പള്ളിയിൽ പോകാൻ പറ്റുമോ? പെണ്ണിന് പള്ളിയിൽ പോകാൻ പറ്റില്ല. കാരണം പള്ളിയിൽ പോകാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ ആര് പറയുമായിരുന്നു? ഉമ്മ സാരിയ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സമ്മതം കൊടുക്കുമായിരുന്നു അല്ലേ? അപ്പൊ പള്ളിയിൽ പോകാൻ സ്ത്രീകൾക്ക് പറ്റൂല. അപ്പൊ അവിടെയാണ് പറഞ്ഞത് നമ്മളെ നാട്ടിലെ പള്ളിയിൽ നമ്മളെ മുജാഹിദുകളൊക്കെ പോകൂലേ, മുജാഹിദ് പെണ്ണുങ്ങളൊക്കെ. ഈ മുജാഹിദ് പെണ്ണുങ്ങൾ നമ്മളെ നാട്ടിലെ പള്ളിയിൽ പോവുകയാണ്. നമ്മളെ നാട്ടിലെ പള്ളിയിൽ പോകുമ്പോൾ മസ്ജിദ് നബവിയിലെ പള്ളിയിൽ അത്ര ശ്രേഷ്ഠത നമ്മളെ നാട്ടിലെ പള്ളിക്കുണ്ടോ? ഇല്ല. മുത്തുനബി ഇമാമായി നിസ്കരിച്ച പള്ളിയിൽ ആ ജമാഅത്തിന്റെ അത്ര ശ്രേഷ്ഠത നമ്മളെ നാട്ടിൽ ആരെ ഇമാമെന്നുണ്ടോ? അതൊന്നുമില്ലാത്ത പള്ളി പിന്നെ പോകാൻ പറ്റുമോ? ആ പള്ളിയിൽ തന്നെ വരണ്ടെന്നാ പറഞ്ഞത്. നിങ്ങളിപ്പോൾ സ്വകാര്യ റൂമിൽ വെച്ച് അഥവാ വീടിന്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിച്ചാൽ മതി എന്നാണ് മുത്തുനബി പറഞ്ഞത് അല്ലേ? അപ്പൊ നമ്മളോട് അടുത്ത ചോദ്യം അതിന്റെ താഴെ എഴുതിക്കോളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ച മഹദി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ച മഹദി ആരാണ്? എഴുതിക്കോളൂ. അതിന്റെ കൂടെ എഴുതിക്കോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജമാഅത്ത് ആയി നിസ്കരിക്കാൻ സമ്മതം ചോദിച്ച മഹദി ആരാണ്? എഴുതി. ഇൻഷാ അല്ലാഹ്. അത് വലിയൊരു പാടല്ലത്, വലിയ പാടാണ്. നിസ്കാരത്തെ കുറിച്ച് മാത്രമാണോ അതിൽ പറയുന്നത്? ജമാഅത്തിനെ കുറിച്ച് മാത്രമാണോ ഈ പറയുന്നത്? സ്ത്രീ പുറത്തിറങ്ങുന്നതിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് അല്ലേ? സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹറാമാണ് അല്ലേ? സ്ത്രീ യാത്ര പോകുമ്പോ ആര് കൂടെ വേണം? മഹറമോ ഭർത്താവോ വിശ്വസ്തരായ സ്ത്രീകളോ? പക്ഷെ അവിടെ ഒരു വിഷയമുണ്ട്. നമ്മളിങ്ങനെ പഠിച്ചു പോയി. പക്ഷെ അവിടെ വിശ്വസ്തരായ സ്ത്രീകൾ എല്ലാ സമയത്തും പറ്റൂല. നിർബന്ധമായ കാര്യത്തിന് പോകുമ്പോഴേ വിശ്വസ്തരായ സ്ത്രീകൾ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് വിശ്വസ്തരായ സ്ത്രീകൾ മതിയാവൂല. ഇപ്പം ഹജ്ജിന് ഒരാൾ പോവുകയാണ്, നിർബന്ധമായ ഹജ്ജിന് ഒരാൾ പോവുകയാണെങ്കിൽ ആ ഹജ്ജിന് പോകുമ്പോൾ വിശ്വസ്തരായ സ്ത്രീകൾ മതി. എന്നാൽ ഒരു പെണ്ണ് രണ്ടാം പ്രാവശ്യം ഹജ്ജ് ചെയ്യാൻ പോവുകയാണ്, അത് സുന്നത്താണല്ലോ. അങ്ങനെയാണെങ്കിൽ
ആ ഹജ്ജിന് പോകുമ്പോൾ വിശ്വസ്തരായ സ്ത്രീകൾ പോരാ കൂടെ? പിന്നെ ആര് വേണം? മഹറമോ അല്ലെങ്കിൽ ഭർത്താവോ വേണം. അപ്പോൾ നമ്മൾ നാട്ടിൽ സിയാറത്ത് പോകൂലേ? പെൺകുട്ടികളൊക്കെ സിയാറത്ത് പോകൂലേ? ആ പെൺകുട്ടികൾ സിയാറത്ത് പോകുമ്പോഴും എന്തെന്നെ വേണം? മഹറമായ ആൾ വേണം. കുട്ടികൾ കൂടണ്ട, പെൺകുട്ടികൾ വിശ്വസ്തരായ പെൺകുട്ടികൾ കൂടണ്ടായിട്ട് കാര്യമില്ല, ഹറാമാണ് പോകൽ. മനസ്സിലായോ? മദ്രസന്ന് പോയാലും ഹറാം തന്നെയാണ് കേട്ടോ. മദ്രസന്ന് സ്ഥമരം ഉണ്ടായാലും ഹറാം തന്നെയാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും നമ്മൾ ആ പാഠത്തിൽ വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സ്ത്രീകൾ വീടിൻ്റെ വിളക്കാണ്. അതേപോലെ കുറേ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഹദീസ് പൂരിപ്പിക്കാനൊക്കെ വരലുണ്ട് അല്ലേ? അതിൽ ആ ത്വരീഖ് എന്നൊരു ഭാഗം ഒഴിവാക്കിയിട്ട് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വരുമോ? നമ്മൾ വല്ല പാഠം ഏതുകൊണ്ടാണ് ആ പാഠം മുഴുവൻ എന്ത് ചെയ്യാത്തത്, പറഞ്ഞു പോകാത്തത്? അപ്പം നമ്മൾ ഈ ചോദ്യത്തിൽ നിന്ന് 3 ചോദ്യങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, മസ്ജിദ് നബവിയിലെ നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ്? 1000 മടങ്ങ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജമാഅത്തിന് വേണ്ടി സമ്മതം ചോദിച്ച സ്ത്രീ ആരാണ്? അതുപോലെ മറ്റൊരു ചോദ്യമാണ്, അത് അവിടെ വരാൻ പറ്റിയ മറ്റൊരു ചോദ്യം തന്നെയാണ്, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം ഏതാണ്? ഇപ്പൊ നമ്മൾ ഒരു ചോദ്യത്തിൽ നിന്ന് എത്ര ചോദ്യമായി? 3 ചോദ്യമായില്ലേ? മൂന്നാമത്തെ ചോദ്യം എഴുതിക്കളി, അത് വരും. സ്ത്രീക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം ഏത്? വീടിന്റെ ഉള്ളറ. സ്ത്രീക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം ഏതാണ്? വീടിന്റെ ഉള്ളറ. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായിട്ടില്ലേ? സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ചോദ്യല്ലേ? ചോദ്യതാ, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം എവിടെ? ഏതാണ്? വീടിന്റെ ഉള്ളറ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കല്ലേ? അടുത്ത ചോദ്യം, ഉസ്താദിന്റെ വീടിന്റെ ഭാഗത്തേക്ക് ഒരിക്കലും കാൽ നീട്ടാറുണ്ടായിരുന്നില്ല. ആരാണ് ആള്? ആരാണ്? അത് ഏത് പാഠത്തിലാണ്? നമുക്ക് വന്നത്? ഇമാമുൽ ആദം. ഇമാമുൽ ആദം എന്ന് പറഞ്ഞ സ്ഥാനപ്പേരുള്ള ആളാരാ? ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു അല്ലേ? ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു ജനിച്ചത് എന്നാ? വഫാത്തായതോ 150. അങ്ങനെയെങ്കിൽ ഷാഫി ഇമാം ജനിച്ച വർഷം ഏതാ? ഷാഫി ഇമാം ജനിച്ച വർഷം ഏതാ? 150. അബു ഹനീഫ ഇമാം വഫാത്തായതും 150, ഷാഫി ഇമാം ജനിച്ചതും ഓക്കെ അല്ലേ? എങ്ങനെയൊക്കെ? അബു ഹനീഫ ഇമാം വഫാത്തായത് 150, ഷാഫി ഇമാം ജനിച്ചത് ഓക്കെ. അപ്പൊ അത് ക്ലിയർ ആയി. ഞാൻ അങ്ങനെ ചോദ്യം വന്നാ ഇതൂലേ? അതിപ്പോ നമ്മൾ നോട്ട് ചെയ്യണ്ട.
ഇപ്പം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ആ പാരഗ്രാഫ് ഒന്ന് ഒരാൾ വായിക്കി. ആ ഒരിക്കലും കാൽ നീട്ടാറില്ല ആ പേജിൻ്റെ രണ്ടാമത്തെ പുറത്ത്. ഉസ്താദിന്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരിക്കലും കാൽ നീട്ടാറില്ല. അത് ഫുള്ള് വായിക്കുക പാരഗ്രാഫ്. ഇത്ര ദൂരം, എത്ര തെരുവ് ദൂരം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണില്ലേ, അതൊക്കെ വായിക്കി. അത് ഉൾപ്പെടെ വായിക്കി. തെരുവുകളുടെ അകലമുണ്ട് എങ്കിലും ഒന്നുകൂടി ക്ലിയർ ആയില്ല. ഒന്നുകൂടി ഞങ്ങളുടെ വീടുകൾക്കിടയിൽ തെരുവുകളുടെ അകലുണ്ട് എങ്കിലും ഉസ്താദിന്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് ഞാൻ ഒരിക്കലും കാൽ നീട്ടാറില്ല. അപ്പൊ എത്ര തെരുവുകളുടെ അകലുണ്ട്? 7 തെരുവുകളുടെ അകലമുണ്ട്. ആരുടെ വീട്ടിലേക്ക്? ഉസ്താദിന്റെ വീട്ടിലേക്ക്. അപ്പോ അബു ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു കാല് നീട്ടാറില്ല ഉസ്താദിന്റെ വീടിന്റെ ഭാഗത്തേക്ക്. എത്ര തെരുവുകളുടെ അകലമുണ്ട് ഉസ്താദിന്റെ വീട്ടിലേക്ക്? അത് എഴുതുക. അത് നിങ്ങളെ രൂപത്തിൽ എഴുതിക്കോളി. എങ്ങനാ? അബു ഹനീഫ ഇമാം. രണ്ടാമത്തെ ചോദ്യത്തിൽ ആദ്യത്തെ എഴുതുക. ഉസ്താദിന്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരിക്കലും കാൽ നീട്ടാറുണ്ടായിരുന്നില്ല ആര് എന്ന് എഴുതുക. നമ്മളെ പരീക്ഷ പേപ്പറിൽ ചോദ്യം ആദ്യം എഴുതുക. എഴുതുക. പരീക്ഷ പേപ്പറിലുള്ള ചോദ്യം ആദ്യം എഴുതുക. ഉസ്താദിന്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരിക്കലും കാൽ നീട്ടാറുണ്ടായിരുന്നില്ല ആര്? എഴുതിയാ? ആരാണ്? അബു ഹനീഫ റളിയല്ലാഹു അൻഹു അല്ലേ? ഉത്തരം എഴുതിയില്ലേ? ഉത്തരം എഴുതി. അടുത്ത ചോദ്യം എഴുതുക. അബു ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിന്റെ വീട്ടിലേക്ക് എത്ര തെരുവ് ദൂരം ഉണ്ടായിരുന്നു? അത് എഴുതിയാ? അത് എഴുതാത്തവരുണ്ടാവും. അത് ഒരാൾ എഴുതാത്തില്ലേ? എല്ലാരും എഴുതിയാ? വേഗം എഴുതി. രണ്ടാമത്തേതോ? രണ്ടാമത്തിന്റെ താഴെയുള്ളതാണോ ചോദിക്കണേ? രണ്ടാമത്തെ പറഞ്ഞ ഉസ്താദിന്റെ വീട്. അത് ഉത്തരം എഴുതിയില്ല അതിന്റെ? അബു ഹനീഫ റളിയല്ലാഹു അൻഹു എഴുതി. ഇനി അബു ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിന്റെ വീട്ടിലേക്ക് എത്ര തെരുവിന്റെ ദൂരം ഉണ്ടായിരുന്നു? 7 തെരുവിന്റെ ദൂരം. അവിടെ അബു ഹനീഫ ഇമാമും ഉസ്താദും തമ്മിലുള്ള വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ അദബിനെ കുറിച്ച്? റെഡി അല്ലേ? എഴുതിയില്ലേ? എഴുതിയില്ലേ? ആരാണ് എഴുതാത്തത്? ആരാണ് എഴുതാത്തത്? ഇൻഷാ അല്ലാഹ്.
നമ്മൾ അടുത്ത ചോദ്യത്തിൽ കിടക്കുക. അപ്പൊ ഈ ഫഹമിന്റെ പാഠം വലിയ പാഠാണല്ലോ. ഇൻഷാ അല്ലാ നമുക്ക് അതിന്റെ ഇനി അടുത്ത ചോദ്യം വരുമ്പോ നമുക്ക് എന്ത് ചെയ്യും, ആ ഭാഗം കൂടി കവർ ചെയ്യും കേട്ടോ. ഇതിൽ തന്നെ അബൂ ഹനീഫ ഇമാമിന്റെ വേറെ ചോദ്യം വരുമ്പോ ഇൻഷാ അല്ലാ നമ്മള് ആ ഭാഗം എന്ത് ചെയ്യും, കവർ ചെയ്യും ഇൻഷാ അല്ലാ. അടുത്ത ചോദ്യം പോവാ. അടുത്ത ചോദ്യം, ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ഫിലസ്തീനിൽ എത്തിച്ചു ആര്? ആസഫിനു ആദ്യത്തെ പാടല്ലേ ആസഫിനു ബർഖിയ റളിയല്ലാഹു അൻഹു ല്ലേ? ആസഫിനു ബർഖിയ റളിയല്ലാഹു അൻഹു. എല്ലാരും എഴുതി. ഉത്തരം എഴുതി. ഇതെയോ? വേഗം വേഗം. വൃത്തിയിൽ എഴുതിക്കോളിട്ടോ. അതിന്റെ അടിയിൽ എഴുതിക്കോളൂ. എത്ര ദൂരമുണ്ട് ഫലസ്തീനിൽ നിന്ന് എവിടേക്ക്? ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് എത്ര ദൂരമുണ്ട്? 80 കിലോമീറ്റർ. 80 കിലോമീറ്റർ? എന്താ പത്? 2050 കിലോമീറ്റർ. 2050 കിലോമീറ്റർ. 50 കിലോമീറ്റർ. 2050? 2050 ആണോ? എത്ര കിലോമീറ്റർ ഉണ്ട്? ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ എങ്ങനാ? ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ഫലസ്തീനിൽ എത്തിച്ചത് അതിന്റെ എന്താ? ആരാ അതിന്റെ ഉത്തരം എഴുതി? ആസഫിനു ബർഖിയ. ഇനി ബിൽക്കീസ് രാജ്ഞിയുടെ ഫലസ്തീനിൽ നിന്ന് ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് എത്ര ദൂരമുണ്ട്? 2050? 2050 കിലോമീറ്റർ ദൂരമുണ്ട്. അതും എഴുതി. ഇനി അടുത്തത്, ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം എവിടെയാണ്? യമനിലെ സബയിലെ. യമനിലെ സബ. ചോദ്യം എന്താണ്? ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം എവിടെയാണ്? യമനിലെ സബ അല്ലേ? അടുത്തത് എഴുതിയില്ലേ? അടുത്തത്, ആസഫിന് ബർഖിയ എന്തുകൊണ്ടാണ് ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം എത്തിച്ചത്? ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ആസഫിന് ബർഖിയ എത്തിച്ചത് എങ്ങനെയാണ്? അങ്ങനെ എഴുതിക്കോളി. കറാമത്ത് കൊണ്ട്.
ആസഫിന് ബർഖിയ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം എത്തിച്ചത്? ആസഫിന് ബർഖിയ എങ്ങനെയാണ് ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം എത്തിച്ചത്? കൊട്ടാരല്ല സോറി, സിംഹാസനം. സിംഹാസനം. നല്ല കുട്ടി റുഷ്ദ പറഞ്ഞത്, അതോ ബർക്കത്ത് കേട്ടെ. സിംഹാസനം എത്തിച്ചത്. ചോദ്യം പറയോ? ആസഫിന് ബർഖിയ റളിയല്ലാഹു അൻഹു ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം എത്തിച്ചത് എങ്ങനെയാണ്? കറാമത്ത് കൊണ്ട്. എഴുതിയില്ലേ? അടുത്ത ചോദ്യത്തിൽ കിടക്കല്ലേ നമ്മള്? എഴുതിയിട്ടില്ലേ? എവിടെ എത്തിക്കണേ? എഴുതിയിട്ടേ എവിടെ എത്തിക്കണേ? എഴുതി. അടുത്ത ചോദ്യം നോക്കി. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണം? ഇസ്ലാമിൽ നിന്ന് അടുത്ത ചോദ്യം നോക്കി. ഖുർആൻ മലിനമാക്കൽ, കളവ് പറയൽ, ചെറുദോഷങ്ങൾ. ഇതിലേതാണ്? ഖുർആൻ മലിനമാക്കുക. ഇതാണോ ശരി? ഏതാ അത് നമ്മൾ പറയാ? ചോദ്യം എഴുതി പോയിട്ട് കാര്യമില്ല, നമ്മൾ ഓർമ്മ വേണ്ടേ ഉത്തരം? അത് നമ്മൾ ആദ്യം പറയാ ഇൻഷാ അല്ലാ. അപ്പോൾ ഖുർആൻ മലിനമാക്കൽ അത് നമ്മൾ ഏത് പാഠത്തിലാണ്? മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചും ഇബ്നു സക്കയെ കുറിച്ചൊക്കെ പറയുന്ന ആ പാഠം അല്ലേ? രിദ്ദത്തിനെ കുറിച്ച് പറയുന്ന പാഠം. ഏതാണ് ആ പാഠം? ഏതാണ് പാഠത്തിന്റെ പേര്? തുഹ്ബിത്തുൽ അമാൽ. അമലുകൾ പൊളിഞ്ഞു പോകും അല്ലേ? അതിനെ കുറിച്ച് പറയുന്ന അതിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. ഈ ഖുർആൻ മലിനമാക്കുക എന്നുള്ളത് അതിൽ എവിടെ വരുന്നേ നോക്കി. പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുക? രിദ്ദത്ത് വരുന്ന രൂപം അല്ലേ? വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, പ്രവർത്തനങ്ങളെ കൊണ്ട് അല്ലേ? അങ്ങനെ 3 രൂപത്തിലല്ലേ ഉള്ളത്? അപ്പോ ഈ ചോദ്യം ആദ്യം എഴുതി. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകും എഴുതിയിട്ട് ഖുർആൻ മലിനമാക്കൽ എന്ന് എഴുതുക. ഇതില്ല ഇത് ഇപ്പൊ ടൈം ഔട്ട് ആവും. ഇപ്പോ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കണം. ഇപ്പൊ നിങ്ങൾ ഔട്ട് ആവും. അപ്പോൾ ഈ ചോദ്യം എഴുതുക. ഈ ചോദ്യം പേപ്പറിൽ നമ്മളെ ഇൻഷാ അല്ലാ നമ്മളെ ഗ്രൂപ്പിലിടും. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ ഉത്തരവും എഴുതുക. പക്ഷേ അഡീഷണലായിട്ട് നമ്മൾ കുറച്ച് ചോദ്യം പറയണേ. എന്ത്? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണങ്ങൾ 3 വിധം എഴുതുക. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണങ്ങൾ 3 വിധം. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണങ്ങൾ 3 വിധം. കാരണങ്ങൾ 3 വിധം. എഴുതി. എന്നിട്ട് അതിൽ എഴുതുക മനസ്സുകൊണ്ട്
വാക്കുകൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട്. അത് നമ്മളെ പാഠത്തിലുണ്ട് അല്ലേ? മനസ്സുകൊണ്ട് നമ്മളെ പാഠത്തിലുണ്ട്. ആ പാഠത്തിലുള്ള എഴുതിക്കോളി. എല്ലാവരും പാഠം നോക്കി പാഠത്തിൽ നോക്കി എഴുതിക്കോളി. ആ 3 കാര്യങ്ങളുണ്ടല്ലോ, 3 രൂപത്തിൽ രിദ്ദത്ത് വരും. എങ്ങനെയൊക്കെയാണ്? ആ പുസ്തകം വായിക്കി. ഒരാൾ വായിക്കി. ഫിനിഷ്. ഏ ഫസ്റ്റ് എന്നോ? അല്ല, രിദ്ദത്തിന്റെ അവിടെ 3 കാരണം പറഞ്ഞില്ലേ? ആ, അപ്പുറത്തെ പേജില്, 2ാമത്തെ പേജില്. ആ, ഇസ്ലാം ഉപേക്ഷിക്കുന്ന തെറ്റായ കൽപ്പനകളും അത് നശിപ്പിച്ചു കളയും. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആ, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് പിന്നെ മനസ്സുകൊണ്ട്. വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് മനസ്സുകൊണ്ട് ആ, അത് 3 എഴുതാം. ആ 3 പോയിന്റ് ഇട്ട് എഴുതാം. വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്. എന്നിട്ട് എന്ത് ചെയ്താൽ വാക്കുകൊണ്ട് എന്നുള്ള എഴുതുക. വാക്കുകൊണ്ട് എന്ന് സൈഡ് ഹെഡിങ് ഇടുക. എന്ത് വാക്കുകൊണ്ട് എന്ന് സൈഡ് ഹെഡിങ് ഇടുക. എന്നിട്ട് വാക്കുകൊണ്ട് ഏതൊക്കെയാണ് ഈ ഉദാഹരണം കൊടുത്തിട്ടില്ലേ? ആ, അത് എഴുതുക. പുസ്തകം നോക്കിയിട്ട് എന്ത് ചെയ്യുക? അത് എഴുതുക. അറബി മലയാളത്തിൽ എഴുതാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ അടുത്തത് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട്, അടുത്തത് പ്രവൃത്തി കൊണ്ട് എന്ന് സൈഡ് ഹെഡിങ് ഇടുക. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള എഴുതുക. പിന്നെ മനസ്സുകൊണ്ട് അതും എന്ത് ചെയ്യുക? സൈഡ് ഹെഡിങ് ഇട്ടിട്ട് അതിൻ്റെ താഴെ ഉദാഹരണം എഴുതുക. പക്ഷേ നമ്മൾ ടൈം കഴിയാനായതുകൊണ്ടാണ് നമ്മൾ വിശദീകരിച്ച് പറയാത്തത്. പിന്നെ അതിൽ മുർത്തദിനുള്ള ശിക്ഷ എന്താണ്? അത് ചോദ്യം ചെയ്താ. അപ്പോൾ എഴുതിക്കോളി, മുർത്തദിനുള്ള ശിക്ഷ എന്താണ്? ഇത് എഴുതാനുള്ള കുറച്ച് സ്ഥലം ഒഴിവാക്കിയിട്ടിട്ട്, ഈ 3 എഴുതാനും അതിൻ്റെ ഉദാഹരണം എഴുതാനുള്ള സ്ഥലം ഒഴിവാക്കിയിട്ടിട്ട് മുർത്തദിനുള്ള ശിക്ഷ എന്ത്? ശാശ്വതമായ നരകവാസം. എഴുതി. മുർത്തദിനുള്ള ശിക്ഷ എന്ത്? ശാശ്വതമായ നരകവാസം. ശാശ്വതമായ നരകവാസം. ആ, മുർത്തദിനുള്ള ശിക്ഷ എന്ത്? ആ, എഴുതി. ഇൻഷാ അല്ലാ. അതിൽ വേറൊരു ചോദ്യം കൊണ്ടുണ്ട് അല്ലേ? ക്രിസ്ത്യാനി പെണ്ണിനെ വിവാഹം ചെയ്ത് മുർത്തദ്ദായിപ്പോയ ആളാരാണ്? ആ, അത് എഴുതിക്കോളി. ക്രിസ്ത്യാനി പെണ്ണിനെ വിവാഹം കഴിച്ച് മുർത്തദ്ദായിപ്പോയ ആൾ. ക്രിസ്ത്യാനി പെണ്ണിനെ വിവാഹം കഴിച്ച് മുർത്തദ്ദായിപ്പോയ ആൾ ആരാണ്? എഴുതി. അതിന് വേറൊരു മഹാനും കൂടി പറയണ്ടേ? ആരാണ്? അബ്ദുൽ ഖാദിർ ജീലാനി അല്ലേ? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. എന്താ ഷെയ്ഖ് ജീലാനിന്റെ ഔലിയാക്കളുടെ മഹാനാകുമെന്ന് ആ മഹാൻ പറഞ്ഞു അല്ലേ? ആ മഹാന്റെ പേരായി പറയണമെന്നുണ്ടോ? ഇല്ല. ഔലിയാക്കളുടെ നേതാവാകുന്നു എന്ന് പറയപ്പെട്ട മഹാനാര്? ഔലിയാക്കളുടെ നേതാവാകുമെന്ന് പറയപ്പെട്ട